കൊച്ചിയുടെ കിഴക്കൻ മേഖലകളിൽ മഞ്ഞപ്പിത്ത ഭീതി ഒഴിയുന്നില്ല. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം ഭാഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബി വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തത്തിന്റെ ഉറവിടം കണ്ടെത്താത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വേങ്ങൂർ പഞ്ചായത്തിൽ പകർച്ചവ്യാധി സ്ഥിരീകരിച്ച് 2 മാസം പിന്നിടുമ്പോഴും രോഗബാധിതരായ പലരും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തം വെള്ളത്തിലൂടെയാണ് പകരുന്നതെങ്കിൽ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം മേഖലകളിൽ 1 വർഷത്തിനിടയിൽ മാത്രം 100 കണക്കിന് പേർ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. ആരോഗ്യ വിഭാഗം പലതരത്തിലുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും രോഗത്തിന്റെ ഉറവിടം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ട് 2 മാസം പിന്നിട്ടെങ്കിലും പലരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ചതിലൂടെയായിരുന്നു വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനം. 200-ലേറെ പേർക്കായിരുന്നു വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. അതിൽ അഞ്ജന എന്ന യുവതി ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അധികൃതരുടെ അനാസ്ഥ മൂലം രോഗം ബാധിച്ചവർക്ക് ഭീമമായ ചികിത്സാ ചെലവും വെല്ലുവിളി ഉയർത്തുന്നു. പഞ്ചായത്ത് അധികൃതർ പിരിവെടുത്ത് 1.25 ലക്ഷത്തോളം രൂപ നൽകിയെങ്കിലും ലക്ഷങ്ങൾ ചെലവഴിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലാണ് അഞ്ജനയുടെ കുടുംബം. ഡോക്ടർമാർ പറഞ്ഞത് ന്യൂമോണിയ ബാധിച്ചിരുന്നു. ന്യൂമോണിയ ബാധിച്ചിട്ട് അതിൻ്റെ പനി വിട്ട് പനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പനി എന്ത് ചെയ്താൽ മാറണില്ല, അത് ഇൻഫെക്ഷൻ മൂലമെന്നാണ് പറയണത്. അപ്പോൾ പനി മാറിയാലാണ് ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്താൻ പറ്റുള്ളൂ. പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും കൂടി ഇവിടുന്ന് പിരിച്ച് 1.25 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നവർ. അപ്പോൾ ഏതാണ്ട് 20 ലക്ഷം രൂപയോളം ആശുപത്രിയിൽ അടച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു. ഇതുവരെ ചികിത്സാ സഹായം ലഭിക്കാത്തവരും വേങ്ങൂർ പഞ്ചായത്തിലുണ്ട്. കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ മഴക്കാലം കൂടിയെത്തുന്നത് പകർച്ചവ്യാധി വ്യാപനം വർദ്ധിപ്പിക്കും. ജനം, കൊച്ചി.